നമ്മളെ ഓർക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് പ്രാധാന്യം തരാൻ വേണ്ടിയിട്ട് ആരെയും നിർബന്ധിക്കരുത്. നാം വിലമതിക്കപ്പെടാത്ത ഇടങ്ങളിൽ നിശബ്ദമായിരിക്കണം. എന്തുകൊണ്ട് നിശബ്ദത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലപ്പോഴെങ്കിലും വാക്കുകളേക്കാൾ വളരെ ശക്തിമത്തായത് മൗനം തന്നെയാണ്. നമ്മെ സ്നേഹിക്കുന്നവരുടെ, നമ്മൾ വിലമതിക്കുന്നവരോട് നമ്മളെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ആരും ഓർമ്മിപ്പിക്കണ്ട. അവർക്ക് നമ്മുടെ ആവശ്യങ്ങൾ ആരും പറയാതെ അറിയാൻ പറ്റും. ആരും പറയാതെയും ഓർമ്മിപ്പിക്കാതെയും തന്നെ അവർ നമ്മളെ ശ്രദ്ധിച്ചുകൊള്ളും. നമ്മളുടെ അഭാവം മറ്റാരും അറിയുന്നതിന് മുന്നേ അവർ തിരിച്ചറിയും. അത്തരം സന്ദർഭങ്ങളില് നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഹോൾഡ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്വമല്ല എന്ന് തിരിച്ചറിയണം. ചിലരെങ്കിലും വഴിയിൽ യാത്ര പറഞ്ഞിറങ്ങാനുള്ളവരാണ്. മറ്റു ചിലരാകട്ടെ ജീവിതാന്ത്യം വരെ കൂടെ നടക്കുന്നവരും. നമ്മുടെ യഥാർത്ഥ ഉത്തരവാദിത്വം എന്താണെന്ന് ചോദിച്ചാല്, സ്വയം ബഹുമാനിക്കുക, സ്വയം പുരോഗമിക്കുക, നമുക്കിഷ്ടമുള്ള മതിയായ നിറവുള്ള രീതിയിൽ നമ്മുടെ ജീവിതത്തെ സൃഷ്ടിച്ചെടുക്കുക. നമ്മൾ വളരുമ്പോൾ, നമ്മൾ വികസിക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ലോകവും കൂടിയാണ് വികസിക്കുന്നത്. ഇത് മറ്റാർക്കും വേണ്ടിയിട്ടല്ല നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് വേണ്ടി മാത്രം. കാലത്തിന് അതിൻ്റെതായിട്ടുള്ള ഭാഷയുണ്ട്. കാലം മാറുമ്പോൾ നമ്മളുടെ അഭാവം, നമ്മളുടെ മൗനം, ഇതൊക്കെ അവർ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. അത് അവരെ ഹേർട്ട് ചെയ്യുന്ന ഒരു ദിവസം വരും. സ്നേഹത്തിന് വേണ്ടി കെഞ്ചാതെ, ഞാൻ പ്രധാനപ്പെട്ടതാണെന്ന് ബോധ്യപ്പെടുത്താൻ വിശദീകരണങ്ങൾ കൊടുക്കാതെ, സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ആ ഒരു ജീവിതം എന്തിനേക്കാളും പ്രധാനപ്പെട്ടതാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും നമ്മളെ തന്നെ വില കുറച്ച് കാണരുത്. മറ്റാരും എന്തും പറഞ്ഞോട്ടെ, മറ്റുള്ളവർ എത്ര ഇകഴ്ത്തിക്കോട്ടെ, കളിയാക്കിക്കോട്ടെ, പക്ഷെ നമ്മൾ നമ്മളെ ഒരിക്കലും തരം താഴ്ത്തരുത്, വില കുറച്ച് കാണരുത്. ഏറ്റവും ഔന്നത്യമുള്ള രീതിയിൽ, ഏറ്റവും ബഹുമാനമുള്ള രീതിയിൽ തന്നെ നമ്മൾ നമ്മളെ ട്രീറ്റ് ചെയ്യണം. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, കാലം ഇങ്ങനെ ഉരുളുമ്പോൾ, കാലചക്രം ഉരുളുമ്പോൾ മറ്റുള്ളവർ നമ്മളുടെ മൗനം അവർക്കുള്ള ശക്തമായ ഉത്തരമായിരുന്നുവെന്ന് മനസ്സിലാക്കും. നമ്മെ വിലമതിക്കാത്തതിൻ്റെ, നമ്മെ ശരിയായി സ്നേഹിക്കാത്തതിൻ്റെ, മനസ്സിലാക്കലിൻ്റെ ശക്തമായ ഉത്തരം.